ഇന്നത്തെ വീഡിയോയിൽ 90കളിൽ ഇറങ്ങിയ കുറച്ച് നല്ല കോമഡി ത്രില്ലർ സിനിമകൾ നോക്കാം. കോമഡിയിൽ തുടങ്ങി പകുതിയോട് അടുക്കുമ്പോഴേക്കും ത്രില്ലറായിട്ട് മാറുന്ന സസ്പെൻസൊക്കെ നിറഞ്ഞ സിനിമകളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ സിനിമ മാന്ത്രിക ചെപ്പ്. മാധവ് മൂവീസിൻ്റെ ബാനറിൽ എം തുളസീധരൻ നിർമ്മിച്ച് 1992 റിലീസായ ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് അനിൽ ബാബു ടീമാണ്. ഈ ചിത്രത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് കലൂർ ഡെന്നീസ്. ജഗദീഷ്, സിദ്ദീഖ്, സായ്കുമാർ, സൈനുദ്ദീൻ, ദേവൻ, ഋഷഭാവ, ജോസ് പ്രകാശ്, മാള അരവിന്ദൻ, സുനിത, സുചിത്ര, ചിത്ര തുടങ്ങിയവർ ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നു. അമ്മാവൻ ബാലഗോപാലൻ നായരുടെ വീട്ടിൽ താമസിച്ച് ജോലി തേടുവാൻ നിശ്ചയിച്ചാണ് രാജു നഗരത്തിലെത്തിയത്. അവിടെ വെച്ച് രാജു തൻ്റെ പഴയ സുഹൃത്ത് വില്യംസിനെ കണ്ടുമുട്ടുന്നു. രാജുവിന് ജോലിയൊന്നും ആയിട്ടില്ല എന്ന് മനസ്സിലാക്കിയ വില്യംസ് ഒരു വീഡിയോ ഷോപ്പ് തുടങ്ങുന്നതിനെക്കുറിച്ച് പറയുന്നു. അങ്ങനെ രാജുവും വില്യംസും കൂടി ഒരു വീഡിയോ ഷോപ്പ് തുടങ്ങി. വീടുകൾ തോറും കാസറ്റ് കൊണ്ടുകൊടുക്കുക, കല്യാണം, മീറ്റിംഗ്, ബർത്ത്ഡേ പാർട്ടികൾ തുടങ്ങിയവയുടെ വീഡിയോ ഷൂട്ട് ചെയ്യുക എന്നിവയായിരുന്നു പ്രധാന പരിപാടികൾ. മുഖ്യമന്ത്രി പങ്കെടുത്ത ഒരു പൊതുപരിപാടി വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ ബോംബ് സ്ഫോടനം നടക്കുകയും മുഖ്യമന്ത്രി അതിൽ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. അത് പകർത്തിയ വീഡിയോ കാസറ്റിന് വേണ്ടി പോലീസും കൊലയാളികളും അവരെ പിന്തുടരുന്നു. തുടർന്നുള്ള സംഭവങ്ങളാണ് മാന്ത്രിക ചെപ്പ് എന്ന സിനിമയുടെ കഥ. രണ്ടാമത്തെ സിനിമ ഇരിക്കൂ എം ഡി അകത്തുണ്ട്. വിംബീസ് പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ VM ബഷീർ നിർമ്മിച്ച് PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത് 1991 പുറത്തിറങ്ങിയ സിനിമയാണ് ഇരിക്കൂ എം ഡി അകത്തുണ്ട്. അൻസാർ കലാഭവൻ്റെ കഥയ്ക്ക് തിരക്കഥയും സംഭാഷണവും ഒരുക്കിയത് കലൂർ ഡെന്നീസാണ്. മുകേഷ്, സിദ്ദീഖ്, ജഗദീഷ്, സായ്കുമാർ, സൈനുദ്ദീൻ, ഇന്നസെൻ്റ്, ഋഷഭാവ, സുനിത, ഗീതാ വിജയൻ, ചിത്ര തുടങ്ങിയവർ അഭിനയിച്ചിരിക്കുന്നു. അഭ്യസ്തവിദ്യർ എന്നാൽ തൊഴിൽരഹിതരായ ജയൻ, സണ്ണി, സുരേഷ്, റസാഖ് എന്നീ 4 ചെറുപ്പക്കാർ പല സ്ഥലങ്ങളിൽ പല സാഹചര്യങ്ങളിൽ കണ്ടുമുട്ടി സുഹൃത്തുക്കളാകുന്നു. 4 പേരും ജോലി തേടി അലയുന്നവർ, വീട്ടിൽ ധാരാളം പ്രാരാബ്ധങ്ങളുള്ളവർ. അങ്ങനെയാണ് അവർ ഒരു പ്രൈവറ്റ് എംപ്ലോയ്മെൻറ്റ് ബ്യൂറോ തുടങ്ങുന്നത്. വലിയ പ്രൈവറ്റ് കമ്പനികളിലേക്ക് ജോലിക്കാരെ നൽകുക, അവരുടെ ഒരു മാസത്തെ ശമ്പളം ബ്യൂറോ കമ്മീഷനായി പിടിക്കുന്നു. ഓരോ ഉദ്യോഗാർത്ഥിയും 50 രൂപ നൽകി രജിസ്ട്രേഷൻ ചെയ്യണം. അങ്ങനെ നല്ല ഒരു തുക അവരുടെ എംപ്ലോയ്മെൻറ്റ് ബ്യൂറോ നേടിയെടുത്തു. പക്ഷേ ആർക്കും ജോലി നൽകാൻ കഴിയുന്നില്ല. പേര് രജിസ്റ്റർ ചെയ്തവർ ജോലിക്ക് വേണ്ടി നിരന്തരം ഓഫീസിൽ വന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നത് പതിവായി. ഒരിക്കലത് വാക്കുതർക്കമായി. സംഗതി പോലീസ് സ്റ്റേഷനിലെത്തി. സ്ഥലം SI 4 പേർക്കും ഒരാഴ്ചത്തെ സമയം കൊടുത്തു. ഒന്നുകിൽ ജോലി നൽകണം, അല്ലെങ്കിൽ അവരുടെ രൂപ പലിശ സഹിതം മടക്കി നൽകണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് രണ്ടും സാധ്യമാകാതെ പോയതുകൊണ്ട് ഒരു രാത്രിയിൽ സ്ഥലം വിട്ടു പോകാൻ അവർ തീരുമാനിച്ചു. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രാമധ്യേയാണ് മറവിക്കാരനായ സണ്ണി തൻ്റെ സർട്ടിഫിക്കറ്റ് ഓഫീസിൽ വെച്ച് മറന്നുപോയ കാര്യം ഓർമ്മിച്ചത്. കോരിച്ചൊരിയുന്ന ആ മഴയത്ത് അവർ 4 പേരും ഓഫീസിലെത്തി സർട്ടിഫിക്കറ്റ് തിരച്ചിൽ തുടങ്ങി. അപ്പോഴാണ് കനത്ത മഴയിൽ നനഞ്ഞു കുളിച്ച് പരിഭ്രാന്തയായ ഒരു യുവതി അവരുടെ ഓഫീസിലേക്ക് കയറി വരുന്നത്. തുടർന്ന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഇരിക്കൂ എം ഡി അകത്തുണ്ട് എന്ന സിനിമയുടെ കഥ. 3. നഗരത്തിൽ സംസാര വിഷയം. സിമ്പിൾ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ മുംതാസ് ബഷീർ നിർമ്മിച്ച് പ്രശാന്ത് സംവിധാനം ചെയ്ത സിനിമയാണ് നഗരത്തിലെ സംസാര വിഷയം. 1991 റിലീസായ ചിത്രത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് കലൂർ ഡെന്നീസാണ്. ജഗദീഷ്, സിദ്ദീഖ്, ബൈജു, സൈനുദ്ദീൻ, ഇന്നസെൻ്റ്, മോഹൻരാജ്, കുതിരവട്ടം പപ്പു, ചിത്ര, ഗീതാ വിജയൻ, ഉണ്ണിമേരി തുടങ്ങിയവർ അഭിനയിച്ചിരിക്കുന്നു. ഗോപി 10ാം ക്ലാസ് പാസ്സായി ജോലിയൊന്നുമില്ലാതെ നാട്ടിൽ അലഞ്ഞു തിരിയുകയാണ്. ഒരു സിനിമാ നടൻ ആകണമെന്നാണ് ആഗ്രഹം. സിനിമ കാണാനും മറ്റു ചിലവുകൾക്കുമായി വീട്ടിലെ പാത്രങ്ങൾ, വിളക്ക് തുടങ്ങിയവ മോഷ്ടിച്ച് വിറ്റ് കാശുണ്ടാക്കുന്നത് അവൻ്റെ സ്ഥിരം പരിപാടിയാണ്. ഒരു സിനിമാ വിതരണ കമ്പനിയിലെ ഫിലിം റെപ്രസെൻറ്റേറ്റീവായ സാംസൺ ഗോപിയുടെ ഒറ്റ സുഹൃത്താണ്. ഗോപിയുടെ നിർബന്ധം കാരണം സാംസൺ ഗോപിയെ തൻ്റെ സഹായിയായി കൂടെ കൂട്ടുന്നു. ഒരു ഗ്രാമപ്രദേശത്തെ തിയേറ്ററിൽ കളിക്കേണ്ട സിനിമയുടെ ഫിലിം പെട്ടിയുമായി സാംസണും ഗോപിയും യാത്ര തിരിക്കുന്നു. ബസ്സിൻ്റെ മുകളിൽ വെച്ചിരുന്ന ഫിലിം പെട്ടി താഴെ ഇറക്കി തിയേറ്ററിൽ എത്തിക്കുന്നു. സിനിമയുടെ ഫോട്ടോ കാർഡുകൾ എടുക്കാൻ പെട്ടി തുറന്ന് അവർ ഞെട്ടുന്നു. അതിനകത്ത് ഫിലിമിന് പകരം മുഴുവൻ 100 രൂപയുടെ നോട്ടുകളായിരുന്നു. നഷ്ടപ്പെട്ട പണം കണ്ടെത്താൻ ഗുണ്ടകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാംസണും ഗോപിയും നടത്തുന്ന കളികളുമാണ് നഗരത്തിൽ സംസാര വിഷയം. 4. പോസ്റ്റ് ബോക്സ് നമ്പർ 27. മേഘമയൂര ഫിലിംസിൻ്റെ ബാനറിൽ വിജി ശശികുമാർ നിർമ്മിച്ച് P. അനിൽ സംവിധാനം ചെയ്ത സിനിമയാണ് പോസ്റ്റ് ബോക്സ് നമ്പർ 27. അപ്പുക്കുട്ടൻ കഥയും കലൂർ ഡെന്നീസ് തിരക്കഥയും സംഭാഷണവും നിർവഹിച്ച ഈ സിനിമ 1991 റിലീസായത്. മുകേഷ്, സിദ്ദീഖ്, സൈനുദ്ദീൻ, ജഗതി, ഇന്നസെൻ്റ്, മാമുക്കോയ, രുദ്ര, സുമ ജയറാം, കൽപ്പന തുടങ്ങിയവരാണ് പ്രധാന താരങ്ങൾ. സുരേഷ് ജോലി ചെയ്യുന്ന കമ്പനിയിൽ പുതിയതായി ഒഴിവ് വരുന്ന മാനേജർ പോസ്റ്റ് സുരേഷിന് കൊടുക്കാമെന്ന് MD പറയുന്നു. സുരേഷും സുഹൃത്തുക്കളും കൂടി ഇത് ആഘോഷിക്കുന്നു. തുടർന്ന് MDയുടെ ഭാര്യയുടെ നിർദ്ദേശപ്രകാരം സുരേഷിന് പകരം മറ്റൊരാളെയാണ് മാനേജരാക്കുന്നതെന്ന് മാനേജർ സുരേഷിനെ വിളിച്ചു പറയുന്നു.
സുരേഷിൻ്റെ സങ്കടം കണ്ട സുഹൃത്തുക്കൾ നിർബന്ധിച്ച് സുരേഷിനെ കൊണ്ട് MDക്ക് കത്തയപ്പിക്കുന്നു. കത്ത് പോസ്റ്റ് ചെയ്ത ഉടനെ MD സുരേഷിനെ തന്നെയാണ് മാനേജരാക്കുന്നതെന്ന് ഫോൺ സന്ദേശം ലഭിക്കുന്നു. പിന്നെ സുരേഷും സുഹൃത്തുക്കളും ചേർന്ന് അവർ പോസ്റ്റ് ചെയ്ത കത്ത് തിരിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുന്നു. ആ കത്ത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നതാണ് പോസ്റ്റ് ബോക്സ് നമ്പർ 27 എന്ന സിനിമയുടെ കഥ. 5. പാവം അയ്യേ ഐവാച്ചൻ. റോയ് പി തോമസിൻ്റെ സംവിധാനത്തിൽ 1994 പുറത്തിറങ്ങിയ ഒരു സിനിമയാണ് പാവം അയ്യേ ഐവാച്ചൻ. പനോരമ ക്രിയേഷൻസിൻ്റെ ബാനറിൽ വത്സല മോഹൻ ജോർജാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിൻ്റെ കഥ നടൻ ഇന്നസെൻറ്റിൻ്റേതാണ്. ചിത്രത്തിൻ്റെ തിരക്കഥാ സംഭാഷണം എന്നിവ നിർവഹിച്ചിരിക്കുന്ന സംവിധായകൻ റോയ് പി തോമസ് തന്നെയാണ്. പ്രധാന കഥാപാത്രമായ ഐവാച്ചനെ അവതരിപ്പിക്കുന്നത് ഇന്നസെൻ്റാണ്. ഇന്നസെൻറ്റിനെ കൂടാതെ സിദ്ദീഖ്, ജഗദീഷ്, ജഗതി, വേണു നാഗപ്പള്ളി, KV ഗണേഷ് കുമാർ, ശ്രീവിദ്യ, രാധ പ്രശാന്തി, സുകുമാരി എന്നിവരാണ് പ്രധാന വേഷത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിൽ ഇന്നസെൻറ്റിൻ്റെ മകളായിട്ട് ബാലതാരമായിട്ട് കാവ്യ മാധവൻ അഭിനയിച്ചിട്ടുണ്ട്. ഐവാച്ചൻ്റെ ഓട് ഫാക്ടറി തൊഴിലാളികളുടെ സമരം മൂലം അടച്ചിട്ടിരിക്കുകയാണ്. യൂണിയൻ നേതാവായ കൊഴിഞ്ഞാമ്പാറ ലോലനാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത്. ഓട് ഫാക്ടറിയിലെത്തിയ ഐവാച്ചനും ലോലനും തമ്മിൽ തർക്കമുണ്ടാകുന്നു. ലോലൻ ഐവാച്ചനെ മർദ്ദിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. തുടർന്ന് ഐവാച്ചൻ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി പോകുന്നു. പോലീസുകാർ ഐവാച്ചൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് യൂണിയനെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്നു. അതിനുശേഷം ഐവാച്ചൻ ആള് മാറി കേസിലെ വക്കീലായ സുശീലിൻ്റെ അടുത്തെത്തുന്നു. ലോലന് പണി കൊടുക്കാനായി ഐവാച്ചനെ സുശീലൻ ഒളിപ്പിക്കുന്നു. പിന്നീട് അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് സംഭവിക്കുന്നത്.